ഹലോ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രെൻഡ് സെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന യൂട്യൂബ് ആയിക്കോട്ടെ, സ്പോട്ടിഫൈ ആയിക്കോട്ടെ, ഇതെല്ലാം പൈത്തൺ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പൈത്തൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ പൈത്തൺ ഇപ്പോൾ വെബ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഗെയിം ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ടെസ്റ്റിംഗ്, ഒരു AI ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് ഏരിയാസിൽ നമുക്ക് പൈത്തണിൽ സ്കോപ്പ് ഉണ്ട്. ഇൻസൈഡ് ഇന്ത്യ ആയിക്കോട്ടെ, ഔട്ട്സൈഡ് ഇന്ത്യ ആയിക്കോട്ടെ, അവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പൈത്തൺ ഡെവലപ്പേഴ്സിനകത്ത് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പലരും കോഴ്സ് എടുത്തിരിക്കുന്നവരുണ്ടായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൈൻഡിലിരിക്കുന്നവരുണ്ടായിരിക്കാം, എനിക്കൊരു കോഡിങ് സെറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു മൈൻഡിലിരിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അവർ ചിലപ്പോൾ കോഴ്സ് എടുത്തിരിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ എടുക്കാൻ പോകുന്നവരായിരിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ളവർക്ക് ഒരു ക്ലിയർ ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു തീരുന്നതോടെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കോഡിംഗ് ഫീൽഡിൽ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രോപ്പർ ഡിസിഷൻ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പൈത്തണിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പൈത്തൺ എന്താണ്, പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, നമ്മുടെ ഒരു സിസ്റ്റം എങ്ങനെ പൈത്തണിനുള്ള സെറ്റപ്പ് ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ വേരിയബിൾസ് എന്താണ്, പൈത്തണിൽ എന്താണ് വേരിയബിൾസ് എങ്ങനെ ഡാറ്റ ഹോൾഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കവർ അപ്പ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. ഹലോ. അപ്പോൾ നമ്മൾ പൈത്തനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പൈത്തൺ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, പൈത്തണിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ പൈത്തൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, അങ്ങനത്തെ ലാംഗ്വേജസൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. അതായത് ഒരാൾക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു വേ ആണ് ലാംഗ്വേജസ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ അടുത്ത്, ഒരു സിസ്റ്റത്തിൻ്റെ അടുത്ത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജസ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. അതായത് നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ സിസ്റ്റത്തിൻ്റെ അടുത്ത്, കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമുക്ക് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ കമ്പ്യൂട്ടറിനോട് ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലാംഗ്വേജാണ് പൈത്തൺ. അപ്പോൾ നമ്മൾ പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് പൈത്തൺ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൈത്തൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ പൈത്തൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 3.1 3.6 ആണ് ഇപ്പോഴത്തെ കറണ്ട് ലേറ്റസ്റ്റ് വേർഷൻ വന്നിരിക്കുന്നത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ പൈത്തൺ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ദെൻ അതിനെ നമ്മുടെ സിസ്റ്റത്തിൽ പോയി ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കാം. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി പൈത്തൺ ഉണ്ട്. ഇനി പൈത്തൺ ഇൻസ്റ്റാൾ ആയില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ബാറിൽ IDLE എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ ഒരു ആപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ പൈത്തൺ നമ്മുടെ വേർഷനും കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കറൻ്റ് കിടക്കുന്ന വേർഷൻ 3.11.11 ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് 3.1 3.6 ആണ് ലേറ്റസ്റ്റ് വേർഷൻ. ഇപ്പോൾ പുതിയത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ദെൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ജസ്റ്റ് അത് ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കി നോക്കാം. നമുക്ക് ഇതേപോലെ ഒരു സംഭവമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മുടെ പൈത്തൺ അതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ. ഇനി നമ്മൾ പൈത്തൺ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക, ഇപ്പോൾ നമ്മൾ കോഡ് എഴുതുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മുടെ ഒരു IDEയിലായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വേണ്ട. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എഴുതണം, നമുക്കിപ്പോൾ ഒരു നോട്ട് എഴുതണം. ആ നോട്ട് എഴുതണമെങ്കിൽ എന്ത് വേണം, നമുക്കൊരു നോട്ട് വേണം. അപ്പോൾ നമുക്കിപ്പോൾ പൈത്തണിൽ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കോഡുകൾ എഴുതണം നമുക്ക്. അപ്പോൾ കോഡ് എഴുതാൻ നമുക്കൊരു ഏരിയ വേണം. അതിനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. VS കോഡായിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നമുക്ക് ഒരുപാട് ഇതേപോലത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മൾ മെയിൻലി കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് VS കോഡായിരിക്കും. അപ്പോൾ നമുക്ക് VS കോഡും ഇതേപോലെ നമുക്ക് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദെൻ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് എടുക്കാം, ഉബണ്ടു, മാക് ഏതാണോ നിങ്ങളുടെ
സിസ്റ്റത്തിൻ്റെ OS, അതിനനുസരിച്ച് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഇത് രണ്ടും ഓപ്പൺ ആയി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദെൻ ഇവിടെ എക്സ്റ്റെൻഷൻസിൽ പോയിട്ട് നിങ്ങൾക്ക് പൈത്തണിൻ്റെ ഒരു 2 എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഈ പൈത്തൺ ഡിബഗ്ഗർ, പൈത്തൺ പൈലാൻസ് ഒക്കെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിനി പൈത്തണിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഈ പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഈസി ടു ലേൺ ആണ്. ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ടാണ് കോഡുകൾ നമ്മൾ പൈത്തണിൽ എഴുതുന്നുണ്ടാവുക. അതായത് നമുക്കിപ്പോൾ ഒരു നോൺ IT ഒരാൾ വന്നാൽ കൂടെ നമുക്ക് ആ ഒരു കോഡ് എന്താണെന്നുള്ളത് നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ലൈന് പോലെ ആയിരിക്കും എന്തുണ്ടാവുക, ആ ഒരു കാര്യം അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൈത്തൺ ഫയൽസ് സേവ് ചെയ്യുന്നത് .py എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കും. അതായത് നമ്മുടെ ഫയൽ നെയിമിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ .py എക്സ്റ്റൻഷൻ ഇട്ടിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഇട്ടാൽ മാത്രമേ ആ ഒരു ഫയൽ പൈത്തൺ ഫയലായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഡെമോ എന്ന് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഇവിടെ ഒരു ഐക്കൺ പോലെ കണ്ടോ, ജസ്റ്റ് നോർമൽ ഒരു ഫയലിൻ്റെ ഐക്കൺ പോലെ വന്നിട്ടുള്ളൂ. ദെൻ ഞാനിവിടെ .py എന്നൊരു എക്സ്റ്റൻഷൻ ആക്കി. ആ എക്സ്റ്റൻഷൻ ആക്കിയപ്പോൾ തന്നെ എന്തായി, അവിടെ പൈത്തണിൻ്റെ ഫയലായി മാറിയത്. അപ്പോൾ നമ്മൾ .pyയിൽ വേണം ഫയൽസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു .py ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ പൈത്തൺ ഫയൽ. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എങ്ങനെ ഒരു പ്രിൻറ്റിങ് മെസ്സേജുകൾ കാണിക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ടെർമിനൽ എന്ന് പറയും ഇവിടെ. അപ്പോൾ ഇതിനെയാണ് ടെർമിനൽ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഒരു ഹലോ എന്ന് നമുക്ക് ഷോ ചെയ്യിപ്പിക്കണം, പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ബേസിക് കമാൻഡാണ് പ്രിൻ്റ് എന്ന്. നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് എന്ന് കൊടുത്ത് ബ്രാക്കറ്റിൽ നമ്മൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് പ്രിൻ്റായി വരേണ്ട കാര്യം. അപ്പോൾ എനിക്കിവിടെ ഹലോ വേൾഡ് എന്നാണോ വരേണ്ടത്, അപ്പോൾ എന്ത് ചെയ്യുക, ഹലോ വേൾഡ് എന്ന് കൊടുക്കുക. അത് കോട്ട്സിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം. അപ്പോൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കാര്യമായിരിക്കും നമുക്ക് എന്തായി വരുന്നുണ്ടാവുക, പ്രിൻ്റായിട്ട് വരുന്നുണ്ടാവുക. ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റണ്ണിൻ്റെ സിമ്പിൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. റൺ പൈത്തൺ ഫയലിംഗ് ടെർമിനൽ കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ഷോ ആയിട്ട് വന്നിരിക്കുന്നത്, നമ്മുടെ ടെർമിനലിൽ ഷോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മളിനി നോക്കാൻ പോകുന്നുണ്ടായിരിക്കുക എന്താണ് വേരിയബിൾസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വേരിയബിൾസ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പഞ്ചസാരയുണ്ട്, ഉപ്പുണ്ട്, കുറച്ച് മുളക് പൊടിയുണ്ട്, അങ്ങനത്തെ കുറച്ച് പൗഡേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യണം, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഷുഗർ ആയിക്കോട്ടെ അതിൻ്റെ കണ്ടെയ്നറിൽ വേണം സ്റ്റോർ ചെയ്യാൻ. ഇപ്പോൾ സോൾട്ട് ആയിക്കോട്ടെ അതിൻ്റെ കണ്ടെയ്നറിൽ വേണം സ്റ്റോർ ചെയ്യാൻ. ദെൻ ഇപ്പോൾ ചില്ലി പൗഡർ ആണെങ്കിൽ അതിൻ്റെ കണ്ടെയ്നറിൽ വേണം നമുക്കത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഈ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ആണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണോ വാല്യൂ, ഇപ്പോൾ നമുക്കിപ്പോൾ വാല്യൂസ് ചിലപ്പോൾ നമ്മുടെ നെയിം ആയിരിക്കാം, ചിലപ്പോൾ ഏജ് ആയിരിക്കാം, ഇപ്പോൾ വാട്ടെവർ എന്തെങ്കിലും ഒരു കാര്യം, ഒരു വാല്യൂ, ആ വാല്യൂവിനെ സേവ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് വേരിയബിൾ എഴുതാം, എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്പർ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വേരിയബിളിൻ്റെ പേര് കൊടുക്കരുത്. അതായത് ഇപ്പോൾ എൻ്റെ പേര് എനിക്കിതിൽ
സ്റ്റോർ ചെയ്യണം, ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എനിക്ക് നെയിമാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വേരിയബിളിന് നെയിം എന്ന് പേര് കൊടുത്തു. ദെൻ ഈക്വൽ ടു ഇട്ടിട്ടായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഈക്വൽ ടു ഇട്ടിട്ടായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. ദെൻ കോട്ട്സിൽ വേണം നമ്മൾ എപ്പോഴും സ്ട്രിങ് വാല്യൂകൾ, അതായത് ഇപ്പോൾ നമ്മുടെ നെയിം, ഇപ്പോൾ അങ്ങനത്തെ ലെറ്റേഴ്സൊക്കെയുള്ള ക്യാരക്ടേഴ്സൊക്കെയുള്ള ഐറ്റംസിനെ പറയുന്നതാണ് സ്ട്രിങ് എന്ന്. ഇപ്പോൾ നമ്മുടെ നെയിം ആയിക്കോട്ടെ, അഡ്രസ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ലൊക്കേഷൻ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ക്യാരക്ടേഴ്സിനെ എല്ലാം നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ സ്ട്രിങ്സ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും കോഡ്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇപ്പോൾ എൻ്റെ ഏജ്, എൻ്റെ ഫോൺ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ, അതൊക്കെ നമ്പേഴ്സാണ്. അതൊന്നും എന്തല്ല, ഈ ക്യാരക്ടേഴ്സ് അല്ല, നമ്പേഴ്സാണ്. അപ്പോൾ അതിനെല്ലാം ഞാൻ ഇൻറ്റിജർ എന്നാണ് പറയുക, ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ സ്ട്രിങ്ങും പഠിച്ചു, ഇൻറ്റിജറും പഠിച്ചു. സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ, ഇപ്പോൾ ലെറ്റേഴ്സ്, ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് എന്ത് പറയുക, സ്ട്രിങ് എന്ന് പറയാം. ദെൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്പേഴ്സ്, ഇപ്പോൾ അത് ഏജ് ആവാം, ഫോൺ നമ്പർ ആവാം, എന്ത് കാര്യം, ഇപ്പോൾ പിൻ കോഡ് ആവാം, അങ്ങനത്തെ എന്ത് കാര്യം വേണമെങ്കിലും ഇൻറ്റിജർ ആവാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നെയിം, ഇപ്പോൾ ജോൺ എന്ന് പറഞ്ഞിട്ടൊരു നെയിം ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ലെറ്റേഴ്സ് വെച്ചിട്ട് എനിക്ക് വേരിയബിളിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു നമ്പർ വെച്ചിട്ട് എനിക്ക് വേരിയബിളിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, ഒരു എറർ വന്നേക്കുന്നത് കണ്ടോ. ഒരിക്കലും എനിക്ക് നമ്പർ വെച്ചിട്ട് എനിക്ക് വേരിയബിളിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് നെയിമാണ് എൻ്റെ ഇതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എൻ്റെ പേര്, വേരിയബിളിൻ്റെ പേര് ഫസ്റ്റ് നെയിം എന്നാക്കാൻ പോവുക. ഞാനിവിടെ ഫസ്റ്റ് സ്പേസ് നെയിം ഈക്വൽ ടു ആ ഒരു ജോൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ഇതും എന്താണ്, ഒരു തെറ്റാണ്. നമുക്ക് ഒരിക്കലും സ്പേസ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ പാടത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ സ്പേസ് ഇടാതെ നമ്മൾ എഴുതണം, അതായത് ഫസ്റ്റ് നെയിം എന്ന് ഒറ്റ വാക്കായിട്ട് എഴുതണം. ഇല്ലെങ്കിൽ നമ്മൾ അണ്ടർസ്ക്വയർ യൂസ് ചെയ്തിട്ട് അതിനെ ഒറ്റ വാക്കായിട്ട് മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ അതിനെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, വേരിയബിൾ നെയിമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, സ്പേസ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നതും അതിലേക്കൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതും ഇങ്ങനെയാണ്. ദെൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ ഈ ജോൺ എന്നുള്ള കാര്യം എവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഈ ഫസ്റ്റ് നെയിമാണ് ആരെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ഈ നെയിമിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ എന്തായിരിക്കും എനിക്ക് എൻ്റെ വാല്യൂ വരിക, ഇതായിരിക്കില്ല എൻ്റെ വാല്യൂ വരിക, ഇതായിരിക്കില്ല എൻ്റെ ഔട്ട്പുട്ട് വരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞു, ടെർമിനലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് പ്രിൻറ്റിങ് കമാൻഡ്, പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാനിവിടെ പ്രിൻ്റ് ഈ വേരിയബിളിൻ്റെ നെയിം ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പോവാം. ഞാനിവിടെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പോവാം. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ജസ്റ്റ് ഒന്നൊന്ന് റൺ ചെയ്തു. ഇപ്പോൾ എനിക്ക് ഹലോ വേൾഡ് എനിക്കിവിടെ ആദ്യം വന്നു. ദെൻ എനിക്ക് ജോൺ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം എനിക്കിവിടെ പ്രിൻ്റായി, കണ്ടോ, അത് ഈ ലൈനാണ് പ്രിൻ്റ് ആവുന്നത്. ദെൻ പൈത്തണിൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയിരിക്കും നമുക്ക് നടക്കുന്നുണ്ടായിരിക്കും. അതായത് ഓരോ ലൈൻ വെച്ചിട്ടായിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടോ, ഫസ്റ്റ് വന്നത് ഏത് ലൈനാണ്, ഹലോ വേൾഡ് എന്നുള്ളതാണ്. അത് നമ്മൾ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ എന്താ വന്നത്, പിന്നെ ഫസ്റ്റ് നെയിമിലേക്ക് ജോൺ എന്ന കാര്യം അസൈനായി, ഈ വേരിയബിളിലേക്ക് ഈ വാല്യൂ അസൈനായി. ദെൻ ആ വേരിയബിളിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും പൈത്തണിൻ്റെ എക്സിക്യൂഷനും നടക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ എനിക്ക് ഞാനിവിടെ ഒരു ഇൻറ്റിജർ, ഇപ്പോൾ സ്ട്രിങ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഏജ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേരിയബിളിലേക്ക് ഞാൻ എൻ്റെ ഏജ് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ ഏജ് കൊടുത്തു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കോമ ഇട്ടിട്ട് ഇതിനെയും കൂടി എനിക്കിങ്ങനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതും നമുക്ക് പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടോ, ജോൺ 22 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ആ ജോൺ എന്നുള്ളത് ഫസ്റ്റ് നെയിമിലെ വാല്യൂ ആണ്, ഏജ് എന്നുള്ളത് ഈ ഏജ് വേരിയബിളിലെ കാര്യമാണ്. ദെൻ ഞാനിവിടെ
22 കോഡ്സ് ഇടാതെയാണ് കൊടുത്തത്. കണ്ടോ? കാരണം എന്താ? കോഡ്സ് ഇടാതെ കൊടുക്കുന്നത് എൻ്റെ ഇൻറ്റിജറാണത്. ആ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇൻറ്റിജറാണ്. അപ്പോൾ എനിക്ക് കോഡ്സ് ഇടാതെ നമുക്കിങ്ങനെ നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.